പരിപാടിയിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവാക്കൾക്കിടയിൽ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്തെന്ന ബേസിലിന്റെ ശക്തമായ ചോദ്യത്തിലാണ് മുഖ്യമന്ത്രി മികച്ച മറുപടി നൽകിയിട്ടുള്ളത്. പക്വതയുള്ള രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തുന്ന യുവതലമുറയെ എങ്ങനെ സൃഷ്ടിക്കാനാവും എന്നായിരുന്നു ബേസിലിന്റെ ചോദ്യം. കോളേജിൽ ചേർന്നപ്പോൾ രക്ഷിതാക്കൾ തന്നെ ഉപദേശിച്ചത് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരരുത്, ചേർന്നാൽ വഴി പിഴച്ചു പോകും എന്നാണെന്നും, എന്നാൽ രാഷ്ട്രീയത്തിൽ ചേർന്നതാൻ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ് ചെയ്തതെന്നും ബേസിൽ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യുവാക്കളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള ബേസിലിന്റെ ചോദ്യം. രാഷ്ട്രീയത്തിലൂടെയാണ് ഒരു നല്ല യുവതിയെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രാഷ്ട്രീയത്തിലും ജീർണതകൾ ബാധിച്ചവരുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയമാകെ മോശമാണ് എന്ന ചിന്ത ആളുകളിൽ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത കലാലയങ്ങളിൽ പല ദൂഷ്യങ്ങളുണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല വ്യക്തികളാവാനാണ് എല്ലാവരും ശ്രമിക്കുകയെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. IFFK എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന നടി അനശ്വര രാജിന്റെ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. നിർദ്ദേശം നല്ലതാണെങ്കിലും ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ സമഗ്രമായ പരിശോധനകൾക്ക് ശേഷം വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്ന മറുപടിയുമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. സാധാരണക്കാരിലേക്ക് വ്യാപകമായ രീതിയിൽ സിനിമയെ എത്തിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമയിൽ എത്താൻ അവസരത്തിനായി കാത്തു നിൽക്കുന്ന യുവാക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന നടൻ അർജുൻ അശോകന്റെ ചോദ്യത്തിന് സർക്കാർ ചില സഹായങ്ങൾ നൽകുന്നുണ്ടെന്നും കൂടുതൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് യുവജനങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ സംവാദം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അക്കാദമിക് രംഗങ്ങളിലും പ്രൊഫഷണൽ മേഖലയിലും കായിക, കലാ, സാംസ്കാരിക രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർ ആശങ്കകളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയുമായി പങ്കുവെക്കുകയും ചെയ്തു.